ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റി 1 നോക്കാം. ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ്. സെൽമ ലാഗർലോഫ് ഹാസ് അറൈവ്ഡ് അറ്റ് സ്റ്റോക്ക്ഹോം ടു റിസീവ് ദി നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഇപ്പോൾ സെൽമ ലാഗർലോഫ് നൊബേൽ പ്രൈസ് സ്വീകരിക്കാനായിട്ട് സ്റ്റോക്ക്ഹോമിൽ എത്തിയിരിക്കുകയാണ്. യു ആർ അസൈൻഡ് ദി ടാസ്ക് ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് ആൻഡ് വെൽക്കമിംഗ് ഹെർ ടു റിസീവ് ദി അവാർഡ്. അപ്പം സെൽമ ലാഗർലോഫിനെ ഓഡിയൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കുകയും അവരെ സ്വാഗതം ചെയ്യാനുള്ള ഡ്യൂട്ടി നിങ്ങൾക്കാണ്. റൈറ്റ് ദ ടെക്സ്റ്റ് ഓഫ് ദ അനൗൺസ്മെന്റ്. അപ്പൊ നിങ്ങൾ പറയുന്ന അനൗൺസ്മെന്റിന്റെ ടെക്സ്റ്റ് തയ്യാറാക്കാനാണ് ഇപ്പൊ വന്നിട്ടുള്ള ആക്ടിവിറ്റി. അപ്പൊ നമുക്ക് ആ അനൗൺസ്മെന്റ് എങ്ങനെയാ വരിക നോക്കാം. യുവർ മെജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസ്, ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അപ്പൊ ആദ്യം തന്നെ അവിടെയുള്ളവരെ അഡ്രസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെയുള്ള കിങ്ങിനെയും ക്വീനെയൊക്കെ അഡ്രസ് ചെയ്യുന്നതാണ് യുവർ മെജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസ് എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം അവിടെ വന്നിട്ടുള്ള മറ്റ് ഗസ്റ്റുകളെയും അവിടെ വന്നിട്ടുള്ള ഓഡിയൻസിനെയും ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞിട്ട് അഡ്രസ് ചെയ്യാണ്. ഇനിയാണ് സെൽമ ലാഗർലോഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. It is a great honor and privilege to welcome today one of the most celebrated writers of our time, Selma Lagerlof. നമ്മളുടെ ഈ കാലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റർ ആയിട്ടുള്ള സെൽമ ലാഗർലോഫിനെ സ്വാഗതം ചെയ്യുക എന്ന് പറയുന്നത് എനിക്കൊരു ഓണർ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ത്രൂ ഹർ റിമാർക്കബിൾ സ്റ്റോറീസ് ഷി ഹാഡ് ടച്ച്ഡ് ദ ഹാർട്ട്സ് ഓഫ് റീഡേഴ്സ് അക്രോസ് ദ വേൾഡ്. ലോകത്തെമ്പാടുമുള്ള വായനക്കാരുടെ ഹൃദയങ്ങളിലാണ് സെൽമ ലാഗർലോഫ് അവരുടെ എഴുത്തുകൊണ്ട് സ്പർശിച്ചിട്ടുള്ളത്. Her works are rich with imagination, humanity, folklore and a deep love for nature. അവരുടെ വർക്ക്സ്, അവരെഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, ഇമാജിനേഷൻ, നാടൻ കഥകൾ, ഫോക്ലോർ ആൻഡ് ഡീപ് ലവ് ഫോർ നേച്ചർ, പ്രകൃതിയോടുള്ള വളരെ ആഴത്തിലുള്ള ഒരു സ്നേഹം, ഇതൊക്കെ നമുക്ക് അവരുടെ വർക്ക്സിൽ കാണാം. She has brought the beauty of her homeland and the wisdom of ordinary people to life through her writing. അവരുടെ നാടിന്റെ, ഹോംലാൻഡിന്റെ ഭംഗിയും അതുപോലെ അവിടെയുള്ള സാധാരണക്കാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവും എഴുത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് സെൽമ ലാഗർലോഫ്. Her literary achievements have earned her highest recognition in the world of literature, the Nobel Prize in Literature. അങ്ങനെ ലോകത്തിലെ സാഹിത്യത്തിലുള്ള ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള നൊബേൽ പ്രൈസ് ആണ് അവരിപ്പോൾ ഏൺ ചെയ്തിരിക്കുന്നത്. This award is a tribute not only to her exceptional talent but also her dedication to the art of storytelling. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ അവാർഡ് അവരുടെ എക്സെപ്ഷണൽ ആയിട്ടുള്ള അവരുടെ കഴിവിന് വേണ്ടി മാത്രമല്ല, അവരുടെ സ്റ്റോറി ടെല്ലിംഗ്, അവർ കഥ പറയുന്ന ആ ശൈലിക്കുള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയാണ്. Ladies and gentlemen, please join me in extending a warm welcome to Selma Lagerlof as she comes forward to receive the Nobel Prize in Literature. Congratulations, madam, and welcome to Stockholm. ഇങ്ങനെയാണ് നമ്മുടെ അനൗൺസ്മെന്റ് വരുന്നത്. അവിടെയുള്ള ഓഡിയൻസിനോട് അവരെ സ്വാഗതം ചെയ്യുന്നതിൽ എൻ്റെ കൂടെ ചേരാനാണ് അവസാനമായിട്ട് പറയുന്നത്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുമ്പോൾ അനൗൺസ്മെന്റ് എഴുതുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി വരുന്നത് ഒരു ലെറ്റർ ആണ്. ഇമാജിൻ യു ആർ സെൽമ ലാഗർലോഫ്. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എസൽഡെ who played a crucial role in your literary journey by opening doors when no one else believed in you. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സെൽമ ലാഗർലോഫ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള എസൽഡയ്ക്ക് ഒരു കത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്റെ ചുറ്റുമുള്ള എല്ലാവരും അവരെ സംശയിച്ചപ്പോഴും അവരുടെ കഴിവിലൊക്കെ വിശ്വാസം ഇല്ലാതെ ഇരുന്നപ്പോഴും എസൽഡയാണ് സെൽമ ലാഗർലോഫിന് പുതിയ വാതിലുകൾ തുറന്നു കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ആ ഫ്രണ്ട് ആയിട്ടുള്ള എസൽഡയ്ക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. ഈ നൊബേൽ പ്രൈസ് കിട്ടിയതിന് ശേഷം അവർക്കൊരു നന്ദി പറയുന്നത് പോലെയാണ് എഴുതുന്നത്. ഈ നൊബേൽ പ്രൈസ് കിട്ടാനായിട്ട് എത്രത്തോളം എസൽഡെ അവരെ ഹെൽപ്പ് ചെയ്തു, എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ എഴുതുന്നത്. അപ്പൊ നമുക്ക് ലെറ്റർ വായിക്കാം. ആദ്യം തന്നെ ഡേറ്റും പ്ലേസും ആണ്. 10th December 2025, സ്വീഡൻ. ഡിയർ എസൽഡെ, I hope this letter finds you in good health and happiness. അപ്പൊ നമ്മൾ ലെറ്റേഴ്സ് തുടങ്ങുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ അത്. അതിനുശേഷം വരുന്നത്, As I prepare to receive the Nobel Prize in Literature, my thoughts turn to the many people who helped me along my journey. Among them, you had a very special place. എന്റെ നൊബേൽ പ്രൈസ് സ്വീകരിക്കാനുള്ള യാത്രയിൽ എന്റെ ചിന്തകൾ മുഴുവൻ എന്നെ ഹെൽപ്പ് ചെയ്തവരെ പറ്റിയിട്ടായിരുന്നു. എന്റെ ഈ സാഹിത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ നൊബേൽ പ്രൈസിലേക്കുള്ള ഒരു യാത്രയിൽ കുറെ പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് എസൽഡെ. There were times when few people believed in my abilities as a writer. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ആരും എന്റെ കഴിവിനെ വിശ്വസിക്കാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. During those difficult days, you stood by me with unwavering faith and encouragement. അപ്പോൾ ആ കഠിനമായിട്ടുള്ള സമയങ്ങളിൽ നീയാണ് എന്നിൽ വിശ്വാസം അർപ്പിച്ച് എന്നെ എൻകറേജ് ചെയ്തിട്ട് എന്റെ കൂടെ നിന്നിട്ടുള്ളത്. You opened doors for me when others hesitated and your confidence gave me the strength to continue pursuing my dreams.
നീ എനിക്ക് പല വാതിലുകളും തുറന്നു തന്നു, പുതിയ അവസരങ്ങൾ തന്നു, എന്നെ മോട്ടിവേറ്റ് ചെയ്തു. ആ കോൺഫിഡൻസ് എൻ്റെ ഈ ജേർണി കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യമാണ് എനിക്ക് തന്നത്. ദിസ് ഓണർ മേ ബെയർ മൈ നെയിം, but it is also a celebration of the support, friendship and trust that people like you offered me. അപ്പോൾ ഈ സമ്മാനത്തിൽ ഈ നൊബേൽ പ്രൈസ് എൻ്റെ പേരിലാണെങ്കിലും ഇത് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത നിന്നെ പോലെയുള്ള ഫ്രണ്ട്സിന് ഉള്ള ഒരു സെലിബ്രേഷൻ ആണ്. I can never fully express how grateful I am for your kindness and belief in me. ഞാൻ എത്രത്തോളം നിന്നോട് ഗ്രേറ്റ്ഫുൾ ആണ്, എനിക്ക് എത്രത്തോളം നിന്നോട് കടപ്പാടുണ്ട് എന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അത്രത്തോളം ഉണ്ട്. താങ്ക് യു ഫോർ യുവർ ഫ്രണ്ട്ഷിപ്പ്, യുവർ ഗൈഡൻസ് ആൻഡ് യുവർ സ്റ്റെഡ്ഫാസ്റ്റ് സപ്പോർട്ട്. നിന്റെ സൗഹൃദത്തിനും നിർദ്ദേശങ്ങൾക്കും നിന്റെ സപ്പോർട്ടിനൊക്കെ നന്ദി. Whatever success I have achieved today owes much to your encouragement. ഞാൻ ഇന്ന് എത്രത്തോളം അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയിട്ടുണ്ടോ അതൊക്കെ നിനക്കാണ്, കാരണം നിന്റെ എൻകറേജ്മെന്റ് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ നേടിയത്. I shall always cherish your role in my literary journey. എന്റെ ഈ സാഹിത്യ ജീവിതത്തിൽ, ഈ യാത്രയിൽ നിന്റെ പങ്ക് ഞാൻ എപ്പോഴും ഓർത്തിരിക്കും. With sincere gratitude and affection, സെൽമ ലാഗലോഫ്. അപ്പൊ സ്നേഹത്തോടെ സെൽമ ലാഗലോഫ്. ഇങ്ങനെയാണ് കത്ത് വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇനി വരുന്നത് അവസാനത്തെ ആക്ടിവിറ്റിയാണ്. ഇതൊരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ എഴുതാനാണ്. അപ്പൊ നമുക്ക് ചോദ്യം വായിക്കാം. You have been chosen to design a beautifully crafted certificate of appreciation to honor Selma Lagerlof, the Nobel Prize winner. സെൽമ ലാഗർലോഫിന് കൊടുക്കാനായിട്ട്, ഓണർ ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. The certificate should be visually appealing, highlighting the admiration and gratitude of those honoring her. Use any word processing software available. ഇപ്പൊ വിഷ്വലി അപ്പീലിംഗ് ആയിരിക്കണം, കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കണം. അതുപോലെ അവരെ ഓണർ ചെയ്യുന്നവരുടെ അഡ്മിറേഷനും നന്ദിയും ഒക്കെ ഇതിൽ കാണണം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ എഴുതേണ്ടത്. ഒരു ഡ്രാഫ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ, ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് awarded to എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് വരാൻ നോക്കാം. ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് awarded to സെൽമ ലാഗർലോഫ് for her outstanding contribution to the literature and for her being awarded the Nobel Prize in Literature. Her inspiring works, creativity and dedication to the storytelling have touched readers around the world. സെൽമ ലാഗർലോഫിന്റെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഒക്കെ ലോകമെമ്പാടുമുള്ള റീഡേഴ്സിന്റെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട്. വിത്ത് സിൻസിയർ അപ്രിസിയേഷൻ ആൻഡ് അഡ്മിറേഷൻ. ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. താഴെ ഡേറ്റ്, സീൽ ആൻഡ് സിഗ്നേച്ചർ കൊടുക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് താഴെ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ വരുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ.